1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. എൻ്റെ 2 മുതൽ വാക്യം വായിച്ചു. പ്രിയമുള്ളവർ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു, ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവരോട് സദൃശന്മാരാകും. അപ്പോൾ യേശുക്രിസ്തു കൂട്ടിയ സാദൃശ ശരീരം കിട്ടുമെന്ന് സാരം. ഇനി അടുത്ത 3-ാം വാക്യം. അതാണ് ഏറ്റവും അപകടകരമായ ഒരു വാക്യം. ഈ വാക്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുക. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, കർത്താവിൽ ഈ പ്രത്യാശയുള്ള ആളെന്ത് ചെയ്യണം? എന്താ പ്രത്യാശ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അപ്പൊ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിനെ പോലെ നമ്മൾ രൂപാന്തര ശരീരം പ്രാപിച്ച് വരുമെന്നതിൻ്റെ അർത്ഥം. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, ഈ പ്രത്യാശയുള്ള ദൈവമക്കളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. ഈ പ്രത്യാശയുള്ള ദൈവമക്കളാണോ ഇന്ന് ഭൂമിയിലുള്ളത്? ഈ ഞായറാഴ്ച കൂടി വരുന്നവരൊക്കെ ആരാണോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെയല്ല 25 വർഷം കൂടി വന്നു. കുറേ ബഹളം വെച്ച് കുറേ ഇതൊക്കെ കാണിച്ച് കുറേ ഒന്ന് കൂട്ടായ്മയ്ക്ക് പോവാം, അത്രേ ഉള്ളൂ. സഭായം കഴിഞ്ഞതിന് ശേഷം ഒരു ടൂറടി, സഭായം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പ്രോഗ്രസ്സിങ്, ഇതൊക്കെ ഒരു ഗുണനിലവാരമില്ലാത്ത കാര്യങ്ങളാണ്. ശുദ്ധമായ ദൈവവചനം എങ്ങും പ്രസംഗിക്കുന്നില്ല. കുറേ സങ്കീർത്തനം പാടി, പാട്ടും പാടി ഇങ്ങനെയൊക്കെ പോവുക. ദൈവസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ടെന്നും ദൈവസഭയെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചെന്നും ദൈവസഭയുടെ അപ്പോസ്തലന്മാർ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ ആദ്യവരാണെന്നും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. പഠനമില്ല, പഠനം. ഈ മത്തായി 5, 6, 7 അധ്യായം നമ്മൾ പഠിച്ചാൽ ഗിരിപ്രഭാഷണം, കർത്താവ് മലമേൽ ഇരുന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അവരെ പഠിപ്പിച്ചു. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചു. ഇന്ന് പഠനമില്ല. കുറെ പാട്ട് പാടി എന്താ പറയാ, മുതലക്കണ്ണീരൊഴുക്കുക. പാട്ട് പാടുമ്പോൾ കിടന്ന് കരയുന്നവരുണ്ട്. ഇതിനെ കരയണേ? കരയുന്നത് എന്തിനാന്നേ? ഞാൻ പറയാം എന്തിനാ കരയുന്നത്. അന്നത്തിന് വകയില്ലായിരുന്നു, കഞ്ഞുടിക്ക് വകയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ കാശ് കിട്ടി, നല്ല വീടായി, നല്ല കാറായി, ജീവിത സൗകര്യങ്ങളൊക്കെ ആയി, ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചല്ലോ എന്ന് ഓർത്ത് മുതലക്കണ്ണീരൊഴുക്കുക. എൻ്റെ പൊന്നെ, അതോർത്ത് കരയാനല്ല കർത്താവ് പറഞ്ഞത്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരയുക. നമുക്ക് ആത്മീകനാകാൻ കഴിയുന്നില്ലല്ലോ. നമുക്കൊരു യഥാർത്ഥ ഉപദേശത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് വരാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. കർത്താവെ, എനിക്ക് യഥാർത്ഥമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയുന്നില്ലല്ലോ. ശരിയായ ഒരു ആത്മീകനാകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്ത് കരയുക. യഥാർത്ഥ പാതയിൽ എനിക്ക് വരാൻ കഴിയുന്നില്ലെന്നോർത്ത് കരയുക. എൻ്റെ ആത്മീയ അനുഭവങ്ങൾ പരിമിതമാണെന്നോർത്ത് കരയുക. എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിക്കാൻ കഴിയുന്നില്ല, അതിനുള്ള കൃപ തരണമേ എന്നോർത്ത് കരയുക. അതാ കരച്ചിലേ. ചുമ്മാ കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? കുറേ നന്മകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ നന്മകളെല്ലാം ദൈവം എനിക്ക് തന്നല്ലോ എന്നോർത്തം കരയുക. അതെന്നെ കരച്ചില്ല. ആത്മീകനാകാൻ കഴിയാതെ കുറെ നന്മ പ്രാപിച്ചുകൊണ്ട് എന്താ കാര്യം? വരുന്ന 19-ാം തീയതി പൊങ്ങത്ത് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ്സിലെ തീമായിട്ടുള്ള വിഷയം ഞാനിപ്പോൾ പറയുക. ദൈവ വിഷയമായി സമ്പന്നനാകുക. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ദൈവ വിഷയമായി സമ്പന്നനാകുക. സുവിശേഷം പറഞ്ഞ് കാശുണ്ടാക്കാനല്ല. സുവിശേഷം പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോയി ഫണ്ട് റൈസ് കൊണ്ടുവന്ന് കാറും വീടും ഒക്കെ മേടിച്ച് അതൊക്കെ പറയുന്നത്. ദൈവ വിഷയമായി സമ്പന്നനാകുക, ആത്മീക സമ്പത്ത് പ്രാപിക്കുക. അതാ കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രാപിച്ചത്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പ്രാപിച്ചത് മുഴുവൻ അതാ. അവർ ആത്മീക സമ്പത്തുള്ളവരായി, അവർ വിശ്വാസത്തിൽ സമ്പന്നരായി, അവർ പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടായി, അവർക്ക് സന്തോഷ സമൃദ്ധി ഉണ്ടായി, അവർ സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ഉണ്ടായി, സന്തോഷ സമൃദ്ധി ഉണ്ടായി. ഇനി ഇതുവല്ല വിശ്വാസികൾക്കുണ്ടോ? ഒന്നുമില്ല. പ്രത്യാശയുള്ള ദൈവമക്കൾ എത്രയുണ്ട്? ഇന്ന് മരിച്ച് പടഞ്ഞു വീണ് മരിച്ചാൽ വിശ്രാമ സ്ഥലത്ത് ചെല്ലുമെന്ന് പ്രത്യാശിക്കുന്ന വിശ്വാസികൾ എത്ര പേരുണ്ട്? ഞാൻ നോക്കിയിട്ട് ആരും കാണാനില്ല.
ഇന്ന് വീണ് ചാകുമെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വീണ് ചാകും, അത്ര പേടിയാണ്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ മരണഭീതി മാറിയ ഒരു ഗ്രൂപ്പാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർക്ക് മരണത്തെക്കുറിച്ച് പേടിയില്ല. പൗലൂസ് ആ ഗ്രൂപ്പിൽപ്പെട്ടതാ. പത്രോസ്, യോഹന്നാൻ അവർ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത്യുത്തമമല്ലോ, ഉത്തമമല്ല അത്യുത്തമമല്ലോ. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് പെന്തക്കോ സമൂഹം വരുമോ? വരണം. വന്നില്ലെങ്കിൽ നമുക്ക് ആത്മരക്ഷയില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലീനായിട്ട് നടക്കും. തിന്നാനും കുടിക്കാൻ കൊടുക്കാൻ എല്ലാം കിട്ടും. പക്ഷേ അവസാനം ആത്മാവ് നാശത്തിലേക്ക് പോയി പതിക്കാനിട. അതുകൊണ്ട് ആത്മീക സമ്പന്നത പ്രാപിക്കാനാണ് പുതിയ നിയമസഭയോട് കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞത്. ലൂക്കോസ് 12 ഒരു ധനവാന്റെ വിഷയമെടുത്ത് കർത്താവ് പറഞ്ഞിട്ട് ദൈവ വിഷയമായി സമ്പന്നനാകണമെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിച്ചു. അതാണ് പൊങ്ങത്ത് വരുന്ന 19-ാം തീയതി ക്ലാസ്സായിട്ട് എടുക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട ഘനമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ അന്ന് അവിടെ പഠിക്കാൻ പോകുന്നത്, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, ഏത് പ്രത്യാശ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് ഈ പ്രത്യാശയുള്ളവൻ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുക. അതാ അവിടുത്തെ വിഷയം, കിട്ടിയായ വിഷയമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മളെ എന്ത് ചെയ്യണം? നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കണം. ഒരു വെള്ള ഷർട്ട് ഇട്ടു, 1-2 പ്രാവശ്യമൊക്കെ ഇടാൻ പറ്റും. എപ്പോഴും ഇടാൻ പറ്റുമോ? ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളെല്ലാം ശുദ്ധീകരിക്കണം. നമ്മുടെ ഫുഡ് കഴിക്കുന്ന പാത്രം ശുദ്ധീകരിക്കണം. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. കുളിക്കണം, നനയ്ക്കൽ, ഇതൊക്കെ ഉണ്ട് നമുക്ക്. ഇതൊന്നും ഇല്ലാതെ പോയാൽ എന്ത് പറ്റും? ഒരു ഭ്രാന്തനെ പോലെ ജീവിക്കേണ്ട അവസ്ഥയായിത്തീരും. പുറമേയുള്ള മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന പോലെ ആത്മീക മനുഷ്യനെ ശുദ്ധീകരണത്തിലേക്ക് നടത്തണം. ആത്മീകമായി ശുദ്ധീകരണം ഉണ്ടാകണം നമുക്ക്. ഈ ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മുടെ ആത്മീക മനുഷ്യൻ വളർച്ച പ്രാപിക്കുന്നത്. ശുദ്ധീകരണത്തിലൂടെയാണ് ആത്മീക മനുഷ്യൻ ശക്തിപ്പെടുന്നത്. ശുദ്ധീകരണത്തിലൂടെയാണ് ആത്മീക മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഉണ്ടാകുന്നത്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാകുന്നത്, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുന്നത്. ഇതില്ലാതെ എങ്ങോട്ടാ പോണേ? അടക്കോ? അല്ല കഥ. മരിച്ചു കിട്ടാൻ കാത്തിരിക്കുക പാസ്റ്റർമാരടക്കാൻ. ഗൾഫുകാരൻ്റെ കുടുംബത്തിലാണ് മരണം നടന്നതെങ്കിൽ ഈ ഇടയ്ക്കൊരു സഹോദരൻ ഇടിച്ചു കയറുമെന്ന് പറയുന്ന പാസ്റ്റർമാർ. ഇടയ്ക്ക് എൻ്റെ ഒരു ബന്ധത്തിലൊരു മരണം നടന്നു. ഞങ്ങളുടെ ഗൾഫിലുണ്ടായിരുന്നൊരു അച്ഛൻ. ഗൾഫിലായിരുന്നു പുള്ളി വർഷങ്ങളോളം. മക്കളൊക്കെ UK അവിടെ വയ്ക്കുക. താനെ 73 വയസ്സായപ്പോഴാണ് മരിച്ചത്. അവിടെയെങ്കിലും ആ പ്രദേശത്തെങ്കിലും മനുഷ്യൻ നിൽക്കാൻ പറ്റത്തില്ലെന്നാണ്. അതുപോലെ ആളായിരുന്നു. എന്തിനാണ് ഈ ആൾ വന്നത്? വരണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. സ്തോത്രം. ഈ മരിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിയെ, എൻ്റെ പ്രസംഗ ഭാഷയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല, പ്രാർത്ഥിച്ചും പാടിയും സ്വർഗത്തിലാക്കാനായിട്ടാണ് ശ്രമം നടത്തുന്നത്. ഈ ഹിന്ദുക്കളും മറ്റവരൊക്കെ കർമ്മം ചെയ്യുന്ന പോലെ. എനിക്കത് കണ്ടിട്ട് അതിശയം തോന്നുക. ഓരോ ചർച്ചിൻ്റെ പാസ്റ്റർമാർ വന്നിങ്ങനെ ഓരോരുത്തരും സാക്ഷ്യം പറഞ്ഞു, ഓരോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ്. ഈ മരിച്ചു കിടക്കുന്ന പുള്ളിക്ക് വേണ്ടത്ര ആത്മീയ വളർച്ചയോ ആത്മീയ വർധനവോ ആത്മീയ നിറവോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചിലരൊക്കെ നല്ല പ്രത്യാശയോടെ മരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സന്തോഷമാണ്. ചില ജഡീകന്മാർ മരിക്കുമ്പോഴേയും കണ്ടിട്ടുണ്ട്, അടക്കിന് ചെല്ലുമ്പോൾ അവിടെ പറയുന്ന മുഴുവൻ പൗലൂസ് മരിച്ചപ്പോൾ പറഞ്ഞ വാക്യം പറയും. എന്താ വാക്യം? ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കണ്ടു. എൻ്റെ സ്വന്തം അമ്മ മരിച്ചപ്പോൾ എൻ്റെ അനിയന്മാരെല്ലാം കൂടി ഫ്ലക്സ് അടിച്ച് ആ പെട്ടിയെ കൊണ്ടുവന്ന് അത് ഒട്ടിച്ചു വെച്ചു. ഞാൻ മാറി ഇന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ രക്ഷിക്കപ്പെട്ടതല്ല. അമ്മേനെ എല്ലാവരും കൂടി പിടിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയെന്നേ ഉള്ളൂ. അമ്മ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അമ്മേനെ വെള്ളത്തിൽ മുക്കി നനഞ്ഞ ഭാവിയാക്കി നിർത്തിയെന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ പെട്ടിയിൽ എഴുതി വെച്ചത് ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കാരണം മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിയുമ്പോൾ ഒരു സന്തോഷം. അമ്മ ഇങ്ങോട്ട് പോയി, അമ്മ സ്വർഗത്ത് പോയി. സ്വർഗത്ത് പോകാനുള്ള യാതൊരു യോഗ്യതയും എൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു, എനിക്കറിയാം. ഞാൻ അതോർത്ത് ഇപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അമ്മ നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനെ പലരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.
പ്രിയ ദൈവമക്കളെ, നിത്യത പ്രാപിക്കുക, സ്വർഗരാജ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് വലിയ വില കൊടുക്കണം അതിന്. കർത്താവായ യേശുക്രിസ്തു അതിന് കൊടുത്ത വില സ്വന്തം ജീവനാ. സ്വന്തം ജീവൻ തന്നാണ് നമ്മെ രക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മളും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും. സ്തോത്രം. എല്ലാവരും അതുപോലെ മരിക്കണമെന്നല്ല ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്യുമെൻ്ററി കണ്ടു. 5 പേര് ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്ക് അവർ ചെറിയ പ്ലെയിനുമായിട്ട് പറത്തി അവരുടെ ഭാഷ പഠിച്ച് അവരെ സുവിശേഷം പ്രസംഗിച്ച് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അവർ 5 പേരെയും ആ ഗോത്രവർഗ്ഗക്കാർ കൊന്നുകളഞ്ഞപ്പോൾ അവരുടെ ഭാര്യമാരെല്ലാവരും കൂടി ചേർന്ന് പിന്നെ ആ ദൗത്യം പൂർത്തീകരിച്ച ഒരു കഥ ഞാൻ കേൾക്കാനിടയായി. അവരവിടെ പോയി ചെന്ന് കുറച്ച് പേരെ രക്ഷിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു വന്നു. അതിൻ്റെ ചാരിതാർത്ഥ്യം അവർക്ക് കിട്ടിയത്രേ. നല്ല കാര്യം, സന്തോഷം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നിത്യതയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തി പോകണമെങ്കിൽ ഞാൻ അത് ഇത്രയും ശടിച്ച് പറയുന്നതിൻ്റെ കാരണം അതിന് ചില ക്വാളിറ്റികളുണ്ട്, അതിന് ചില ക്ലാരിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. അതിന് ചില വ്യവസ്ഥകൾ പ്രമാണിക്കണം. അത് അപ്പോസ്തലന്മാർ ഉപദേശത്തിൽ ശക്തമായിട്ട് തരുന്നുണ്ട്. ആ അവസ്ഥ പ്രാപിക്കാതെ ഒരു വ്യക്തിക്ക് രൂപാന്തരമോ ഉയർപ്പോ കിട്ടുകയില്ല. നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടായ്മയിൽ പോയ വ്യക്തി മരിച്ചെന്ന് വെച്ച് സ്വർഗത്ത് പോകണമെന്നില്ല. അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ബേസിക് ക്വാളിഫിക്കേഷനാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ. ഇവിടെ എന്താ പറഞ്ഞ്? അവനിൽ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുക. തന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുക. പാപമംഗലമായ ഈ ലോകത്ത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാപത്തിൻ്റെ അതിപ്രസരം എന്നുള്ള ലോകത്ത് നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാട്, വരുന്ന തെറ്റുകുറ്റങ്ങൾ കണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുക. വസ്ത്രം അലക്കി വെളുപ്പിക്കുന്ന പോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. ഈ ശുദ്ധീകരണം അവസാന ശ്വാസം വരെയും ഒരു ഭക്തനിൽ, ഒരു ഭക്തിയിൽ ഉണ്ടാകേണ്ട പ്രധാന വിഷയമാണ്. അതിനെ ലഘൂകരിച്ചു കൊണ്ടിരിക്കുക. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഇപ്പം യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ലഘു ചികിത്സ, ഷോർട്ട് ട്രീറ്റ്മെൻറ്റ്, ചെറിയ ചികിത്സ. നമുക്കറിയാം, ഒരു ഇരുമ്പുള്ളി ചെന്നാൽ അത് ഓപ്പറേഷൻ ചെയ്തെടുക്കണം. ചുക്ക് കഷായം കുടിച്ചാൽ പോകത്തില്ല. മാരകമായ വിഷാംശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറൊക്കെ നിന്നോട്ട് ഇളക്കിക്കളയണം, ഇഞ്ചക്ഷൻ ചെയ്യണം. ഹാർട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി ഈ പോയിസൺ പിടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം സഡൻലി, ഇല്ലെങ്കിൽ ആൾ തട്ടിപ്പോവും. എന്നതുപോലെ ശുദ്ധീകരണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്ന അന്നു മുതൽ അവസാന ശ്വാസം പോകുന്നവരെയും ശുദ്ധീകരണത്തിൻ്റെ പാന്താവിലായിരിക്കണമെന്നാണ് യോഹന്നാൻ അപ്പോസ്തലനും പൗലോസും പത്രോസും ഒക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ 7:1 വാക്യം ഒന്ന് വായിച്ചു. എന്താ അവിടെ? 2 കൊരിന്ത്യർ 7:1 പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയിൽ. അതാണ് ഒരു മാനദണ്ഡം, ഒരു കട്ടിയായ ഉപദേശം. അതാ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഞാൻ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധനായിരിക്കും. വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ നമ്മൾ വിശുദ്ധിയോടെ അല്ലാതെ പറ്റത്തില്ല. പാപം ചെയ്ത് മരിച്ചു പോയാൽ ദൈവസന്നിധി ചെല്ലത്തില്ലെന്ന് സാരം. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പാപം വരും. നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം
ദൈവഹിതമല്ലാത്തത് കടന്നു വരും. ഏത് ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരും. ഏത് സെൻട്രൽ പാസ്റ്റർ അല്ല, പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ഏത് മഹാന്റെ ജീവിതത്തിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കടന്നു വരും. എല്ലാവരും ഈ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലായിരിക്കണം. അതാ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുക, തന്നെ തന്നെ വെടിപ്പാക്കുക, തന്നെ തന്നെ ശുദ്ധീകരിക്കുക, തന്നെ തന്നെ കാത്തുകൊള്ളുക, ആത്മാവിലെയും ജഡത്തിലെയും സകല കൺവെഷവും വെക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇതാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള സ്വത്രം പ്രോസസ്സിങ്ങിൽ നമ്മളായിരിക്കണം എന്ന് പറയുന്നത്. ഇതാരാ ചെയ്യുന്നത്? ഒരു സഭായത്തിന് വന്ന് വെറ്റിലേക്ക് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ കൈ ഒടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാമ്മ അച്ചാച്ചൻ കാശുള്ളവരാ. അവർക്ക് ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല. അവർക്ക് കുറേ കാശുള്ളതുകൊണ്ട് പാസ്റ്റർമാരിങ്ങനെ താങ്ങി കൊണ്ടു കിടക്കുക. കാരണം അവർ ഗൾഫിലായിരുന്നു, അവരുടെ മക്കളും ഗൾഫിലാണ്. അപ്പോൾ ഇവരെ താങ്ങിയാൽ എന്ത് പറ്റും? തോത്രാച്ച പാത്രം നിറഞ്ഞു കിട്ടും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടായില്ല. അവരെ ദൈവവചനം പഠിപ്പിക്കണം. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകണം. അതാണ് സ്വർഗത്ത് പോകാനുള്ള ഒരു ക്വാളിറ്റി. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകണം. അതിനെന്ത് ചെയ്യണം? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. എന്താ ഈ ഹൃദയപൂർവ്വം എന്ന് പറയണത്? അനുസരിക്കടാ എന്ന് പറയുന്നത് മാങ്ങയെ തല്ലിപ്പഠിപ്പിക്കുന്ന പോലെ തല്ലിപ്പഠിപ്പിക്കുന്ന അനുഭവമല്ല. നമ്മൾ പ്രസംഗിക്കുക, അത് കേട്ടവർ അനുസരിച്ചാൽ അവർക്ക് രക്ഷ, ഇല്ലെങ്കിൽ ശിക്ഷാവിധിയിലാക്കപ്പെടും. അതാണല്ലോ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞത്. സുവിശേഷം കേട്ട് അനുസരിച്ചാൽ രക്ഷയും, മറുതലിച്ചാൽ ശിക്ഷാവിധി. അത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വരുന്ന സുവിശേഷത്തിൻ്റെ ഒന്നാം ഭാഗം. ഈ കോമൺ സാൽവേഷൻ എന്ന് പറയും. യൂദ പറഞ്ഞു ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം. അതാണ് സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം. പൊതുവിലുള്ള രക്ഷയാണ് സുവിശേഷത്തിൻ്റെ ഒന്നാം ഭാഗം. യൂദ പറയുന്ന യൂദയുടെ ലേഖനം ഒന്നെടുത്ത് വായിച്ചത്. യൂദയുടെ ലേഖനം 1-ാം അധ്യായം ഒന്നുമല്ല വാക്യങ്ങൾ വായിച്ചേ, 1-2 വാക്യങ്ങൾ. എഴുന്നത് ആകട്ടെ. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും മതി. അപ്പൊ ആ പൊതുവിലുള്ള രക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി യേശുക്രിസ്തുവാണ് എൻ്റെയും നിൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചത്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒന്നാം ഭാഗം പൊതുവിലുള്ള രക്ഷ. ഇന്ന് അതിലങ്ങ് തൃപ്തിപ്പെട്ട് കഴിയുക. യേശുക്രിസ്തുവിനെ എല്ലാവരും പോയി പ്രസംഗിക്കുക, അവിടെ ഇവിടെയൊക്കെ പോയി പ്രസംഗിക്കുക. ആ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ ആ 2-ാം വാക്യം വായിച്ചേ. ആ രക്ഷിക്കപ്പെട്ട് വരുന്നവർ എന്ത് ചെയ്യണം? അത് വായിച്ചല്ലോ. ആ വാക്യത്തിന്റെ അതാ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി. അതാണ് പ്രധാന വിഷയം. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം. അവിടെ വിശ്വാസം എന്ന് എഴുതിയിരിക്കുന്നത് മൂലഭാഷയിൽ വിശ്വാസ പ്രമാണം. മറ്റത് കോമൺ സാൽവേഷൻ. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുന്നു. ആ രക്ഷയിലേക്ക് നടത്തിയ വിശ്വാസിയെ സഭയെ കൊണ്ടുവന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനത്തിലേക്ക് നടത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും അവരെ നടത്തി അതിനേക്കുള്ള ഉപദേശം കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം അവരെ പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണത്തിലുള്ള ഏറ്റവും പ്രധാന പ്രമാണമാണ് റോമലേഖനം 6-ാം അധ്യായം. എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ രൂപം, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശരൂപം അവരെ പഠിപ്പിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തേണ്ട ഒരു പ്രോസസ്സിംഗ് ആണ് റോമർ 6-ൽ 19-ാം വാക്യം മുതൽ കാണുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാം. റോമർ 6-19. വലിയ വിഷയങ്ങളാണ്. ഇതൊക്കെ പ്രസംഗിച്ച് വരുമ്പോൾ ഇതിൻ്റെ ആ റൂട്ട് ബൈ റൂട്ടായിട്ട് പറഞ്ഞില്ലെങ്കിൽ
ഒരു പ്രയോജനം ഇല്ലാണ്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം തെറ്റിച്ചാൽ എനിക്ക് നിങ്ങൾ ജഡത്തിന്റെ ബലഹീനത നിമിത്തം നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അടോ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്ര, അതിന്റെ അർത്ഥം ഒന്നും അറിയത്തില്ലായിരുന്നു, സ്വതന്ത്രരായിരുന്നു, ഒരു അറിവില്ല അതിനെ കുറിച്ച്. പാപത്തിന്റെ ദാസന്മാരിപ്പോ നീതി ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അറിവില്ലായിരുന്നെന്നാ പറയുന്നത്. അടുത്ത് അന്നെന്ത് ഈ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്താ ഫലം ഉണ്ടായിരുന്നത്? ലജ്ജ. അപ്പൊ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ലജ്ജയാണ്. മദ്യപിക്കുമ്പോൾ, ധോനിയാസം പോലെ ജീവിക്കുമ്പോൾ, മറ്റുള്ള മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത ലജ്ജിച്ച് തല താഴ്ത്തുക. ലജ്ജ, ലജ്ജ. പാപം ചെയ്യുമ്പോൾ പ്ലസ് ലജ്ജ, പിന്നെയും പാപം ചെയ്യുന്നു പ്ലസ് ലജ്ജ, പിന്നെയും പാപം ചെയ്യുന്നു പ്ലസ് ലജ്ജ. ആ ഒരു പ്രോസസ്സിങ്ങിൽ കിടക്കുകയാണ് അവിടെ. അടുത്ത അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ആത്മമരണത്തിലേക്ക് ചെന്ന് അവസാനിക്കുമെന്ന് പോലീസ് പഠിപ്പിക്കുക. വളരെ ശക്തമായൊരു പഠനമാണ്. അടുത്ത അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതെങ്ങനെ? പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം അപ്പൊ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താ ഫലം കിട്ടുന്നത്? ഫ്രൂട്ട് എന്താണ്? വിശുദ്ധീകരണം. ഓരോ പാപം ചെയ്യുമ്പോഴും അത് പാപമാണെന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഹൃദയതുറുക്കത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും. അത് കാണാൻ പറ്റുന്നതല്ല, വിശുദ്ധീകരണം. അതൊരു ഫ്രൂട്ടാണ്, ഒരു ഫലമാണത്. ആ വിശുദ്ധീകരണം പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹലോ, ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ, അങ്ങനെ പോകുന്നു. എന്നാൽ നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വചനമനുസരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ വിശുദ്ധീകരണം. നീതി ചെയ്യുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ, ഓരോ പാപങ്ങളും ഏറ്റു കയറുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം കിട്ടും. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ച് പാപത്തിൻ്റെ ഫലം ലജ്ജ. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ എന്ത് കിട്ടും? 21-ാം വാക്യം വായിച്ചാൽ മതി. 6-ന്റെ പാപത്തിന്റെ ശമ്പളം മരണപത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. അപ്പൊ നിത്യജീവൻ നമുക്ക് വെറുതെ കിട്ടില്ല പ്രിയമുള്ളവരെ. പാസ്റ്റർമാരത് പ്രസംഗിച്ച് കേട്ടില്ലെങ്കിൽ ഇന്ന് കേട്ടോണം. നിത്യജീവൻ വെറുതെ കിട്ടത്തില്ല, ദൈവരാജ്യം വെറുതെ കിട്ടത്തില്ല, സ്വർഗരാജ്യം വെറുതെ കിട്ടത്തില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ടങ്ങ് പോകാമായിരുന്നു. നടക്കില്ല എന്നും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിത്യജീവൻ പ്രാപിക്കാൻ ഒരൊറ്റ മനുഷ്യനും കഴിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, അപ്പോസ്തലന്മാർ അതിനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു ഉപദേശം പണിത് വെച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആ ഉപദേശം സഭകളെ പഠിപ്പിച്ച് ആ സഭയെ പഠിപ്പിച്ച് അവരെല്ലാം വിശ്വാസികളെ ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളാക്കി മാറ്റി. അവർ മരിക്കുന്നതിന് മുൻപ് ആ ഉപദേശം ദൈവനിയോഗത്താൽ അവരെ കൊണ്ട് അത് എഴുതി ലിഖിതമായി പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം. ഇത് പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് സങ്കീർത്തനം പാട്ടും പാടിക്കൊണ്ട് പോയി എവിടെ ചെല്ലുമെന്നാണ് ഈ പറയുന്നത്? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യമല്ല. ഇതിൽ ആഴമേറിയ വിഷയങ്ങളുണ്ട്. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധീകരണം കിട്ടുന്നത്. ആ വിശുദ്ധീകരണത്തിൻ്റെ അന്തമാണ് നിത്യജീവൻ. ഇതാ പഠനം. ഇതൊരു 10-15-20 വർഷം മുമ്പ് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ പഠിപ്പിച്ച ഡോക്ടർമാരുണ്ട്, റവറൻഡന്മാരുണ്ട്, വലിയ വലിയ ലോകത്തിലെ സ്കോളേഴ്സ് ഉണ്ട്, പാസ്റ്റർമാരുടെ ഒരു വലിയൊരു നിര തന്നെ ഉണ്ട്. ഡോക്ടർ ഡാഷ് ഡാഷ് പേര് പറയുന്നില്ല, റവറൻഡ് ഡാഷ് ഡാഷ് പേര് പറയുന്നില്ല. ഇവരൊക്കെ വന്ന് സെമിനാർ എടുത്ത് ക്ലാസ് പഠിപ്പിച്ച് ഭാവി കോളേജിൽ 3-4-5 വർഷം കിടന്ന് ചവിട്ടി തൊഴിച്ചിട്ടും ഈ പഠനം കിട്ടിയില്ല. കാരണം ഇത് അപ്പോസ്തലന്മാരിൽ നിന്നാണ് ഇത് കിട്ടുന്നത്.
അവർ പഠിപ്പിച്ച ഉപദേശം പഠിപ്പിക്കുന്നവരിൽ നിന്നാണ് ഇത് കിട്ടുന്നത്, ചുമ്മാ ഒന്നും കിട്ടത്തില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം ചവിട്ടി തേച്ച് കളഞ്ഞിട്ട് പാട്ടും പാടി സങ്കീർത്തനവും വായിച്ച് ആൾക്കാരെ സന്തോഷിപ്പിച്ചിട്ട് കർണരസമാകുമാറ് പലതുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേദനയോടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു, തന്നെ തന്നെ വെടിപ്പാക്കുന്നു, തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു, തന്നെ തന്നെ കാത്തുകൊള്ളുന്നു, തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു, തന്നെ തന്നെ വെടിപ്പാക്കുന്നു. നമ്മളെ വെടിപ്പാക്കുക, പാത്രം ഫുഡ് കഴിച്ച പാത്രം കഴുകി വെടിപ്പാക്കൂലേ, അതുപോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. അതിനുള്ള ഉപദേശമായത് അപ്പോസ്തലന്മാർ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെയാണ് സാത്താൻ ദൂരെ കളഞ്ഞിട്ട് കണ്ട ചപ്പും ചവറും പറയാനായിട്ട് പാസ്റ്റർമാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എനിക്കൊരു സൂം മീറ്റിംഗ് ഈ ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കർത്താവ്. അതിലൂടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരൊക്കെ 70, 73 വയസ്സുള്ള ആൻറ്റിമാരാണ്, നല്ല ഒന്നാന്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നവരാണ്. പക്ഷേ ഈ സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ അവരൊക്കെ വളരെ സന്തോഷമാണ്. അവർക്ക് ഇത്രയും ആഴത്തിലുള്ള വചനങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് അവരിയ്ക്കുക. 73 വയസ്സൊക്കെ ആയി രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്ത് കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ ഉണ്ടവരെ. എന്താ ഇത് കേൾക്കാത്തത്? പാസ്റ്റർമാർക്ക് ഇത് പ്രസംഗിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെറ്റാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. കാരണം അവരെ ആക്കിയിട്ടില്ല ദൈവം അത് പ്രസംഗിക്കാൻ. ദൈവം ആക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. സംഘടന ആക്കി വെച്ചവൻ സംഘടന മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വയം കയറി ആയവൻ എന്തും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരോടും വിരോധം തോന്നണ്ട. ഞാൻ ഈ പറയുന്ന സത്യങ്ങൾ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കിതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, കുഴപ്പമില്ല. ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കാം, മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. അതുകൊണ്ട് ദൈവവചന വ്യവസ്ഥയിലേക്ക് വരിക. ഒരു വലിയ ശുദ്ധീകരണം കൂടാതെ നമുക്ക് ആർക്കും ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്ത വായിക്കാം. പാപം ചെയ്യുന്നവരെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ കർത്താവ് പ്രത്യക്ഷനായി അറിയുന്നു. അപ്പൊ കർത്താവിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല. അഥവാ പാപം ചെയ്താൽ പോലും അപ്പൊ തന്നെ എന്തുണ്ട്? ശുദ്ധീകരണ പ്രക്രിയ ഉണ്ട്. അതാ യോഹന്നാൻ പറഞ്ഞത്, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കോളം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ പാപം നമ്മളിൽ വന്നാൽ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് പിന്നെ നീതിയുടെ പാന്താവിലേക്ക് നമ്മൾ വന്നുകൊള്ളണം. അതിന് ഉപദേശം കൊടുത്താലേ നടക്കുകയുള്ളൂ. അതിന് ഉപദേശം പഠിപ്പിക്കണ്ടേ? നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, നിങ്ങൾ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. അപ്പം നീതി ചെയ്യാനായിട്ട് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള ഉപദേശം നമ്മൾ പഠിക്കണം. അതാണ് റോമാലേഖനം നമ്മൾ ആദ്യം പഠിക്കണമെന്ന് പറയുന്നത്. റോമാലേഖനം ആദ്യമായിട്ട് അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ പഠിക്കണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, 3 ശക്തമായ പഠനങ്ങൾ റോമാലേഖനം നമുക്ക് തരുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം ലോക മനുഷ്യൻ്റെ അധപ്പതനമാണ് കാണിക്കുന്നത്. എൻ്റെ 21-ാം വാക്യത്തിൽ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി. പിന്നീട് ഇങ്ങോട്ട് വായിച്ചു പഠിക്കുമ്പോൾ മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇതിനെ ആരാധിക്കുന്ന മൃഗസമാനമായ മനുഷ്യരായി തീർന്നു. സ്വത്രം ഒരു സ്വത്രം അതിൻ്റെ റോമർ 1-18 മുതൽ 32 വരെയുള്ള വായിക്കുമ്പോൾ സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന ലോക മനുഷ്യൻ സാത്താൻ്റെ സന്തതികളായി മാറി, സ്വവർഗാനാരോഗികളായി മാറി, പാപം ചെയ്യുന്നവരായി തീർന്നു. മനുഷ്യാരാധന, മൃഗത്തെ ആരാധന, പ്രകൃതി ആരാധന, മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഇവരെയൊക്കെ ആരാധിക്കുന്ന ഗ്രൂപ്പിലായി മാറി. തനി മൃഗസമാനമായി മാറി. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹൂദൻ, പ്രമാണം ലഭിച്ച യഹൂദനും ദൈവത്തെ വിട്ടുകളഞ്ഞു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദനും ജാതിയും ഒരുപോലെ ദൈവസന്നിധിയിൽ തെറ്റുകാരായെന്ന് പഠിപ്പിക്കും.
റോമാലേഖനം 3-ാം അധ്യായം. അത് ശക്തമായൊരു പഠനമാണ്. അങ്ങനെ വന്ന സമയത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ എന്ത് ചെയ്തു? നീതീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് 3-ാം അധ്യായത്തിൽ, റോമാലേഖനം 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. അതിലെ 3-ന്റെ 9-ാം വാക്യം ഞാൻ ആകിയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴായി തീർന്നു എന്ന് മുമ്പ് തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായിത്തീരുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ ലോകജാതികൾ മുഴുവൻ പാപം ചെയ്ത് മൃഗസമാനമായ ജീവിതം നയിക്കുക. ആണേത് പെണ്ണേതെന്നറിയത്തില്ല. പട്ടിയും പൂച്ചയും പോലെയുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് മനുഷ്യൻ പോയി. അധപ്പതനത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലായി മനുഷ്യൻ. 2-ാം അധ്യായത്തിൽ പ്രമോദം ലഭിച്ച യഹൂദനും ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോയി. 3-ാം അധ്യായത്തിൽ പൗലോസ് പഠിക്കുക യഹൂദനും ജാതി എല്ലാം പാപത്തിന് കീഴായി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റോമർ 3-ന്റെ 19 വായിച്ചാൽ. ഇതൊരു പ്രധാന സബ്ജക്റ്റാണ്, അതുകൊണ്ടത് ഗ്രഹിക്കണം നമ്മൾ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു. അങ്ങനെ ഏത് നാവും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടവരും അത്രേ. അപ്പം ന്യായപ്രമാണത്തിലുള്ളവരും പ്രമാണമില്ലാത്ത ജാതികളെല്ലാം ശിക്ഷായോഗ്യമായി തീരണമെന്നിവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവത്തിൽ അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം തരുന്നു ന്യായപ്രമാണം, അത്രേ ഉള്ളൂ. സ്തോത്രം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, ഇവിടെയാണ് ജാതികളെയും യഹൂദന്മാരെയും ദൈവം ഉദ്ധരിക്കുന്ന ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. റോമർ 3-ന്റെ 21 മുതൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ഇല്ലാത്തവരായി തീർന്നു. യഹൂദനും ജാതിയും, യഹൂദനും യവനനും, യവനന്മാർ എന്ന് പറയുന്ന ജാതികളെ. അപ്പോൾ യഹൂദനും യവനന്മാരും എല്ലാം പാപികളായി തീർന്നു, ദൈവദേശത്ത് ഇല്ലാത്തവരായി തീർന്നു. അടുത്ത് പറയുന്ന 24-ാം വാക്യം, അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ദൈവം ഒരുക്കുക എന്നാണ് ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഏത് വിശ്വസിക്കുന്നു? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ മധ്യഭാഗത്ത് ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുന്നു. മനുഷ്യപുത്രനെ സ്തോത്രം ഉയർത്തിയിരിക്കുക. സകല ജാതിയിലും ഭാഷയിലും ഗോത്രത്തിലുള്ളവർക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ. പ്രവചനവാക്യമാണ്. അപ്പോൾ കർത്താവിലേക്ക് നോക്കി രക്ഷപ്പെടാനായിട്ട് ഇവിടെ ദൈവം ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. അതവിടെ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ പിതാവ് നീതീകരിക്കുന്നു. അതാ നീതീകരണം. യേശു എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതീകരണം ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. അല്ലാതെ നീതീകരണം കിട്ടത്തില്ല. അല്ലാതെ കിട്ടുന്ന സ്വയനീതീകരണമാണ് റോമർ 10 യഹൂദൻ്റെ നീതി, സ്വയനീതീകരണം. പ്രവൃത്തികൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെടാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ ആര് വിശ്വസിക്കുന്നു അവരെ ദൈവം കുറ്റവാളിയാണെങ്കിലും മരണത്തിന് വിധിക്കപ്പെട്ടവനാണെങ്കിലും അവനെ കൊന്നുകളയാനായിട്ടുള്ള കൽപ്പന ദൈവം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ പോലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിച്ചപ്പോൾ, യേശു എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ എന്ത് കിട്ടി? അവന് പിതാവിൽ നിന്ന് റിലീസ് കിട്ടി. അതാണ് ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. അത് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുക. ഈ സ്തോത്രം 23, 24, 25 വാക്യങ്ങൾ, അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രയും നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവനെ
പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? പരസ്യമായി യേശുക്രിസ്തു നിർത്തി. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് നോക്കി യേശുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു മരിച്ചുവെങ്കിൽ അതെൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചത് എന്ന് അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിൽ കർത്തൃത്വം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവൻ നീതിമാനായിത്തീരുന്നു, അവന് നിത്യരാജ്യം പ്രാപിക്കാനിടയായിത്തീരും. അതാണ് റോമാലേഖനത്തിലെ പഠനം. ഇതിനിടയ്ക്ക് കയറി വന്നുകൊണ്ട് ഞാനത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ.